ഹായ് ഫ്രണ്ട്സ്, ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ ഈ സിനിമ കാണണോ വേണ്ടയോ എന്ന് ചോദിക്കുന്നതിൽ ഭൂരിഭാഗം പേരും കോമിക് ബുക്ക് മൂവീസ് ഫാൻസ് ആയിരിക്കും, അതായത് CBM ഫാൻസ്. എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു മാർവൽ ഫാൻ ആണെങ്കിൽ, അല്ലെങ്കിൽ എക്സ്മെൻ ഫാൻ ആണെങ്കിൽ, ഡെഡ്പൂൾ ഫാൻ ആണെങ്കിൽ, വോൾവറിൻ ഫാൻ ആണെങ്കിൽ, റിയാൻ റെയ്നോൾഡ്സ് ഫാൻ ആണെങ്കിൽ, ഹ്യൂഗ് ജാക്മാൻ ഫാൻ ആണെങ്കിൽ ഒരു റിവ്യൂ നോക്കേണ്ട കാര്യമില്ല. നേരെ തിയേറ്ററിൽ പോവുക, 2 മണിക്കൂർ കോമഡി, എന്റർടൈൻമെന്റ്, ആക്ഷൻ അനുഭവിക്കുക, തിരിച്ചു വരിക. ഇതിൽ സ്റ്റോറി ഒന്നും നോക്കാനേ ഇല്ല. നമ്മൾ പോകുന്നത് എന്തിനാണ്? പൈസ വസൂൽ എന്റർടൈനർ. അത് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ എന്നുള്ള പടം മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ 34ാമത്തെ പടമാണ്. കഴിഞ്ഞ ഒരു 5 പടങ്ങൾ എടുത്തു കഴിഞ്ഞാൽ 4ഉം ബോക്സ് ഓഫീസിൽ ഫ്ലോപ്പായിരുന്നു. തോർ ലവ് ആൻഡ് തണ്ടർ, ബ്ലാക്ക് പാന്തറിന്റെ 2ാം ഭാഗം, ആന്റ്മാൻ ക്വാണ്ടമാനിയ, ദി മാർവൽസ്. വിജയിച്ചത് ഗാർഡിയൻസ് ഓഫ് ഗാലക്സിയുടെ 3ാം ഭാഗം മാത്രമാണ്. ബാക്കിയുള്ള പടങ്ങളൊന്നും ഭയങ്കര മോശമാണ് എന്നുള്ള അഭിപ്രായം എനിക്കില്ല. ദ മാർവൽസ് എനിക്ക് ഇഷ്ടപ്പെട്ട പടമാണ്. ആന്റ്മാനും കുഴപ്പമില്ല. തോറും ബ്ലാക്ക് പാന്തറും എനിക്ക് അതിന്റെ ഈ ലേറ്റസ്റ്റ് പാർട്ടുകൾ അധികം ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ഡെഡ്പൂൾ ആൻഡ് വോൾവറിന് മാർവൽ സ്റ്റുഡിയോസിന്റെ രക്ഷക്കെത്തുന്നത്. അത് കൃത്യമായി എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ക്രെഡിറ്റ് ആർക്കാണ് കൊടുക്കേണ്ടത്? ഞാൻ പറയും 3 പേർക്ക്. ഒന്ന്, മാർവൽ സ്റ്റുഡിയോസിന്റെ ഹെഡ് കെവിൻ ഫൈജി. 2, ഡെഡ്പൂളിന്റെ ഡയറക്ടർ ഷോൺ ലെവി. 3, അദ്ദേഹമാണ് സ്റ്റാർ, റിയാൻ റെയ്നോൾഡ്സ്. കഴിഞ്ഞ 2 സിനിമകളിലെ നായകൻ അദ്ദേഹമാണ്. ഈ സിനിമയുടെ കോ പ്രൊഡ്യൂസർ അദ്ദേഹമാണ്. ഇതിന്റെ കോ റൈറ്ററും അദ്ദേഹമാണ്. പിന്നെ ഈ 2 മണിക്കൂർ അഴിഞ്ഞാടിയിരിക്കുന്നത് റിയാൻ റെയ്നോൾഡ്സ് തന്നെയാണ്. സിനിമയുടെ ഓപ്പണിംഗ് സീന് മുതൽ എൻഡിങ് സീന് വരെയുള്ള ആ 2 മണിക്കൂർ, അതിൽ ഇദ്ദേഹം ഇല്ലാത്ത ഒരു സീന് എന്റെ ഓർമ്മയിൽ പോലും വരുന്നില്ല. ഇദ്ദേഹം വായ തുറന്നാൽ തിയേറ്ററിലെ ആൾക്കാർ ശരിയാണ്. അത്രയും കോമഡി ടൈമിങ്, പറയുന്ന രീതി, ആ ഒരു ഡയലക്ട് സ്ലാങ്, എത്ര ഗംഭീരമായിട്ടാണ് ഈ കോമഡി റോൾ അദ്ദേഹം ചെയ്തിരിക്കുന്നത് എന്നറിയും. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇതൊരു സൂപ്പർ ഹീറോ മൂവിയാണ്. അതിനെ ത്രൂ ഔട്ട് ഒരു കോമഡി എന്റർടൈനർ ആയിട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെയുള്ള എത്ര സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്റെ അഭിപ്രായത്തിൽ ഗാർഡിയൻസ് ഓഫ് ഗാലക്സി സീരീസ് അങ്ങനെയാണ്, പീസ് മേക്കർ അത്യാവശ്യം അങ്ങനെയാണ്. പക്ഷെ ഇതിലൊക്കെ ഒരു ഇമോഷണൽ എലമെന്റ്സ് ഉണ്ട്, അതായത് സെന്റിമെന്റ്സ്. ഈ 2 മണിക്കൂർ, ഡെഡ്പൂൾ ആൻഡ് വോൾവറിനിലെ 2 മണിക്കൂർ നമുക്ക് സെന്റിമെന്റ് സീനുകൾ കാണാനേ പറ്റില്ല. പേരിന് സെക്കൻഡുകൾ എന്ന് പറയാൻ പറ്റും, അല്ലാതെ ഒരു സീനും കാണാൻ പറ്റില്ല. അടുത്തത്, ഹ്യൂഗ് ജാക്മാൻ ആസ് വോൾവറിൻ. ലോഗൻ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മളൊക്കെ കരുതിയത് ഇനി ഇദ്ദേഹത്തെ ഈ ഒരു റോളിൽ കാണാൻ പറ്റില്ല എന്നാണ്. പക്ഷെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് ആര്? മാർവൽ സ്റ്റുഡിയോസ്. അതേ കരുത്ത്, അതേ റഫ്നെസ്, അതേ ആറ്റിറ്റ്യൂഡ്, ഒരു മാറ്റവുമില്ല. നൊസ്റ്റാൾജിയ റിട്ടേൺസ്. പിന്നെ പറയേണ്ടത് ഹ്യൂഗ് ജാക്മാനും റിയാൻ റെയ്നോൾഡ്സും തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി. നമുക്കറിയാം, ഒരാള് കോമഡിയുടെ എക്സ്ട്രീം, മറ്റേ ആള് റഫ്നെസിന്റെ എക്സ്ട്രീം. ഐസ്, ഫയർ, അത് രണ്ടും യോജിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു കെമിസ്ട്രി, അതാണ് ഈ സിനിമയെ മുന്നോട്ട് നയിച്ചത്. 2 മണിക്കൂറും നമ്മളെ എൻഗേജിങ് ആക്കി നിർത്തിയത് ഇവര് തമ്മിലുള്ള ഡയലോഗ്സ്, ആക്ഷൻസ്, ആ ഒരു കെമിസ്ട്രി തന്നെയാണ്. പിന്നെ പറയേണ്ടത് ക്യാമിയോസ്. ട്രെയിലറിൽ കാണിച്ചത് എനിക്ക് തോന്നുന്നു 2-3 ക്യാമിയോസ് ഉണ്ട്. ഒന്ന്, നമ്മുടെ X-23 ലോകനിലുള്ള ലോറ എന്നുള്ള ഡാഫ്നെ കീൻ അവതരിപ്പിച്ച കഥാപാത്രം. 2, സാബർ ടൂത്ത്. 3, പൈറോ. അങ്ങനെ എക്സ്മെൻ കുറച്ചു പേരെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഏകദേശം ഒന്ന് എണ്ണി നോക്കുമ്പോ ഒരു 10-15 ക്യാമിയോസ് ഉണ്ട്. അതിൽ 2-3 മൈൻഡ് ബ്ലോയിങ്, നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ക്യാമിയോസ് ഒക്കെ വരുന്നുണ്ട്. ഞാൻ ഇതിനെക്കുറിച്ച് ഒരു നല്ല കാര്യം എന്ന രീതിയിൽ പറയുന്നത്, ഇതൊന്നും ലീക്ക് ആയില്ല എന്നുള്ളതാണ്. നമ്മള് ഡോക്ടർ സ്ട്രേഞ്ച് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് കാണാൻ പോകുന്നതിന് മുമ്പ് ഇവരൊക്കെ ഉണ്ട് എന്നുള്ള കുറേ പേരുകൾ കാമിയോസ് ലിസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഗുണം, ഇത് കൃത്യമായി മറച്ചു വെക്കാൻ മാർവൽ സ്റ്റുഡിയോസിന് പറ്റി. ഇതുപോലെയുള്ള കോമിക് ബുക്ക് മൂവീസ് ഇറങ്ങുമ്പോൾ ചില ആൾക്കാർ ചോദിക്കുന്ന സംശയമുണ്ട്, ഈ സിനിമ കാണണമെങ്കിൽ മുമ്പിറങ്ങിയതൊന്നും കാണണോ എന്നുള്ളത്. ഡെഡ്പൂൾ ആൻഡ് വോൾവറിനെ സംബന്ധിച്ച് പറയുന്നതാണെങ്കിൽ മസ്റ്റായിട്ട് കാണണം എന്ന് ഞാൻ പറയുന്നത്, എക്സ്മെനിൽ വോൾവറിൻ വരുന്ന സിനിമകൾ, വോൾവറിൻ മെയിൻ ആയിട്ടുള്ള സിനിമകൾ 3 ബാക്കി കണ്ടാലും നല്ലത്. കാരണം എന്നാലും കൃത്യമായ ഐഡിയ കിട്ടും ആരാണ് എക്സ്മെൻ എന്നുള്ളത്. പിന്നെ ഡെഡ്പൂൾ 1 and 2 അതെന്തായാലും കാണണല്ലോ. പിന്നെ ലോക്കി സീരീസിന്റെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സീസൺസ്, അതാണ് ഈ സിനിമയുടെ ബേസ് എന്ന് പറയുന്നത്. ഇനിയിപ്പോ ഇതിന്റെ മൊത്തം എക്സ്പീരിയൻസ് കിട്ടണം എന്നുണ്ടെങ്കിൽ
മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ഭൂരിഭാഗം സിനിമകളും കാണേണ്ടി വരും. കാരണം ഓരോ റെഫറൻസുകളും ഞാൻ പറഞ്ഞല്ലോ, അത് പല സ്ഥലത്തായി വരുന്നുണ്ട്. പിന്നെ ഈ MCUവിന് മുമ്പ് വന്ന പടങ്ങൾ അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറയില്ല, അത് പറഞ്ഞാൽ തന്നെ സ്പോയിലർ ആയി പോകും. അത് കണ്ടാൽ നല്ലത്. ചില നെറ്റ്ഫ്ലിക്സ് സീരീസുകളുണ്ട് ഈ മാർവൽ ക്യാരക്ടേഴ്സുകളിൽ, അവരുടെ കാമിയോ ഉണ്ടല്ലോ, അപ്പോൾ അതും കാണേണ്ടി വരും. അങ്ങനെ ഒരു 100% റെഫറൻസുകൾ മനസ്സിലാകണമെങ്കിൽ ഇതൊക്കെ കാണണം. അല്ലെങ്കിൽ ലോക്കി സീരീസും വോൾവറിന്റെയും ഡെഡ്പൂളിന്റെയും പടങ്ങൾ കണ്ടാലും മതി. അടുത്തതായി പരാമർശിക്കേണ്ടത് ടൈറ്റിൽ കാർഡ്സ്. ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും മികച്ച ടൈറ്റിൽ കാർഡ് ഞാൻ കണ്ടില്ല. ഒന്നാമത് അതിന് കൊടുത്തിരിക്കുന്ന മ്യൂസിക്, പിന്നെ അത് പ്രസന്റ് ചെയ്തിരിക്കുന്ന രീതി, എല്ലൊക്കെ തെറിച്ചു പോകുമ്പോൾ അതിന്റെ മേലെയാണ് ഓരോ പേരും റയാൻ റെയ്നോൾഡ്സ്, ഷോൺ ലെവി എന്നൊക്കെ എഴുതി കാണിച്ചിരിക്കുന്നത്. കൊടുത്തിരിക്കുന്ന മ്യൂസിക് ഒക്കെ ഗംഭീരം. അത് പടത്തിൽ ത്രൂ ഔട്ട് ആക്ഷൻ സീനുകൾക്കും പിന്നെ ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, ഹ്യൂ ജാക്മാൻ വരുന്നത്, റയാൻ റെയ്നോൾഡ്സ് വരുന്നത്, ഡെഡ്പൂൾ വാരിയൻസ് വരുന്നത്, അതിനൊക്കെ കൊടുത്തിരിക്കുന്ന മ്യൂസിക് അതിഗംഭീരം. പിന്നെ പറയേണ്ടത് റെഫറൻസുകൾ. അതങ്ങ് പണ്ട് 1990 മുതലുള്ള റെഫറൻസ് ഉണ്ട്. അത് പറയാൻ പറ്റില്ല, സ്പോയിലറാണ്. നെറ്റ്ഫ്ലിക്സ് സീരീസുകളുടെ റെഫറൻസ് ഉണ്ട്, ഏത് മാർവൽ സ്റ്റുഡിയോസിന്റെ തന്നെ. അവഞ്ചേഴ്സ് റെഫറൻസ് ഉണ്ട്. അവഞ്ചേഴ്സിലുള്ള ഭൂരിഭാഗം ആൾക്കാർ റെഫറൻസ് ഇതിലുണ്ട്. എക്സ്മെന്റെ എന്തായാലും ഉണ്ടാവുമല്ലോ. പിന്നെ റയാൻ റെയ്നോൾഡ്സ് മൂവീസിന്റെ റെഫറൻസ് ഉണ്ട്. ദി പ്രൊപ്പോസൽ, വാൻ വൈൽഡർ, ഡെഡ്പൂളിന്റെ തന്നെ കണ്ടമാനം റെഫറൻസ് ഉണ്ട്. പിന്നെ എക്സ്മെൻ യൂണിവേഴ്സിന് കൊടുത്ത ഒരു ട്രിബ്യൂട്ട് എടുത്ത് പറയേണ്ടതാണ്. നമ്മൾ ഈ സിനിമ ഷൂട്ടിംഗ് തുടങ്ങിയ കാലത്ത് തന്നെ കണ്ടതായിരുന്നു ഈ 20th സെഞ്ചുറി ഫോക്സിന്റെ ലോഗോ താഴെ വീണ് കിടക്കുന്ന ഒരു സീന്. ഈ സിനിമ കഴിയുമ്പോൾ ഇവർ കുറച്ച് സീൻസ് കാണിക്കുന്നുണ്ട്. പണ്ടത്തെ എക്സ്മെൻ ഒറിജിൻസ് മുതൽ ഇങ്ങോട്ടുള്ള ലോകൻ വരെയുള്ള കുറച്ച് സീനുകൾ, അതിന് നല്ല മ്യൂസിക് കൊടുത്ത് എക്സ്മെന്നിന് കറക്റ്റ് ഒരു ട്രിബ്യൂട്ട് ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ ഫിലിം കൊടുത്തിട്ടുണ്ട്. ഈ സിനിമക്ക് വരുന്ന MCU മൂവീസുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പ്രത്യക്ഷത്തിൽ ഒന്നും കൊടുത്തില്ല. പക്ഷെ നമുക്ക് ഓരോ സീൻ എടുത്ത് കഴിഞ്ഞാലും ഇത് വേണമെങ്കിൽ അവിടെ ലിങ്ക് ചെയ്യാലോ എന്നുള്ള രീതിയിൽ തോന്നും. അപ്പൊ നല്ലൊരു ബേസ് അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ മാർവൽ സ്റ്റുഡിയോസിന്റെ വരാനിരിക്കുന്ന പ്രൊജക്ട്സും നല്ല പ്രതീക്ഷയുള്ളത് തന്നെയാണ്. ഈ ഫേസ് 5 അവസാനിക്കുന്നത് അടുത്ത ക്യാപ്റ്റൻ അമേരിക്കയുടെ ന്യൂ വേൾഡ് ഓർഡർ എന്നുള്ള സിനിമയും തണ്ടർ ബോൾട്ട്, അത് കഴിഞ്ഞാൽ ഫേസ് 5 അവസാനിച്ചു. ഫേസ് 6 തുടങ്ങുന്നത് ഫാന്റാസ്റ്റിക് ഫോറിന്റെ പുതിയ റീബൂട്ട് കൊണ്ടാണ്. അതിനുശേഷം ബ്ലേഡ് ഉണ്ട്. പിന്നെ അവഞ്ചേഴ്സ് സീക്രട്ട് വാർസിന്റെ 2 ഭാഗം. അങ്ങനെ നല്ല എക്സ്പെക്ടേഷൻ തന്നെയാണ് ഉള്ളത്. അതായത് മാർവൽ സ്റ്റുഡിയോസും MCUവും എവിടെയും പോയില്ല. കുറച്ച് ഫ്ലോപ്പുകൾ വന്നു. പിന്നെ ഇവരുടെ സീരീസുകൾ കുറച്ചൊന്ന് ബാക്കിലോട്ട് പോയിട്ടുണ്ട്. നമുക്ക് വിരലിലെണ്ണാൻ പറ്റുന്ന സീരീസുകളെ നല്ലത് എന്ന് പറയാനുള്ളൂ. ഇനി ഈ സിനിമക്ക് എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ പറയാം, ഈ ഒരു സ്റ്റോറി ലൈൻ വളരെ തിന്നാണ്. അങ്ങനെ ചിന്തിക്കുന്നതിൽ ഒരു അർത്ഥമില്ല. കാരണം തല്ലുമാല എന്നുള്ള മൂവി, ആവേശം എന്നുള്ള മൂവി, ഇതിന്റെയൊക്കെ സ്റ്റോറി നമുക്ക് ഒറ്റ വാക്കിൽ പറയാനേ ഉള്ളൂ. നമുക്ക് എന്താണ് വേണ്ടത്? എന്റർടൈൻമെന്റ്. അത് തീർന്നിട്ടുണ്ടെങ്കിൽ പിന്നെ സ്റ്റോറി നോക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ രണ്ടാമത് പറയാൻ പറ്റിയത് വില്ലൻ വീക്കാണ്. ഒരു കോമഡി എന്റർടൈനറിൽ ഒരു പവർഫുൾ വില്ലൻ വേണം എന്നൊന്നുമില്ല. ഇവിടെ വില്ലൻ പവർഫുൾ തന്നെയാണ്, പക്ഷെ അവർ നന്നായി ചെയ്തിട്ടുണ്ട്. നമ്മൾ ട്രെയിലറിൽ കണ്ടിട്ടുണ്ടായിരുന്നു, ചാൾസ് സേവിയറുടെ സിസ്റ്റർ ആയിട്ട് വരുന്ന കസന്ദ്ര നോവ എന്നുള്ള ക്യാരക്ടറാണ്. ആ നടി അതിഗംഭീരമായിട്ട് തന്നെ ആ റോൾ ചെയ്തിട്ടുമുണ്ട്. ഇനി റേറ്റിംഗിലേക്ക് വരാം. ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റിംഗ് 4.75 ഔട്ട് ഓഫ് 5. 0.25 കുറക്കാനുള്ള ഒരേ ഒരു കാരണം, ലെങ്ത് കുറഞ്ഞു പോയി, കുറച്ചും കൂടി എന്റർടൈൻമെന്റ് വേണമായിരുന്നു. പിന്നെ പറയേണ്ടത് ഞാൻ കണ്ട ഓഡിയൻസിനെ കുറിച്ചാണ്. തിയേറ്റർ ഹൗസ്ഫുൾ ആയിരുന്നു. 18+ ആണല്ലോ മൂവി, അതുകൊണ്ട് കുട്ടികളൊന്നുമില്ല. പിന്നെ സർപ്രൈസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഒരു ഏജ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഒരു 18 മുതൽ ഒരു 25-30 വരെയുള്ള ആ ഏജ് ഗ്രൂപ്പ് കൂടാതെ അതിന് മേലെയുള്ള കപ്പിൾസ്, അതായത് 35-40 വയസ്സ് വരെയുള്ള കപ്പിളൊക്കെ ഈ സിനിമ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഡെഡ്പൂളിന് ഇങ്ങനെ ഫാൻസ് ഉണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചു. ചിലപ്പോൾ വോൾവറിൻ ഫാൻസ് ആയിരിക്കാം, മുമ്പ് 2000 തൊട്ടിങ്ങോട്ടുള്ള ക്യാരക്ടർ ആണല്ലോ, ചിലപ്പോൾ അതായിരിക്കും അതിന്റെ റീസൺ.